അപ്പം നമ്മളിന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 3 മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വിലമീനും ചെമ്മീനും പിന്നെ നെത്തോലിയും കൂടി. നെത്തോലി കട്ട് ചെയ്തതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചേട്ടൻ കാണിച്ചു തന്നു ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ തലയും വാലും ഇങ്ങനെ കൈ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോ മീനായിട്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ വന്നിട്ട് ക്യാമറ കണ്ടപ്പോൾ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓരോ മീനും സെപ്പറേറ്റ് എടുത്ത് കഴുകി അതിന് പോലെ നമ്മൾ വീണ്ടും ഉപ്പിട്ടിട്ട് കഴുകും. ഇവർ ചെമ്മീൻ കട്ട് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ നടുവിലത്തെ ആ സാധനം ക്ലീൻ ആക്കില്ല. ഞാൻ അതും കൂടെ സെപ്പറേറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നെത്തോലി ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് ഏകദേശം പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു വക അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ പാർട്ടീഷനാണ് കേട്ടോ. ഏത് പീസ് കറിയിലിടും, ഏത് പീസ് ഫ്രൈ ചെയ്യാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നത്തെയും പോലെ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പുളിനാരങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫിഷിൻ്റെ ഫ്രൈ മസാല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോ പീസ് എടുത്ത് അതിനൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് മസാല ബാക്കി വന്നപ്പോൾ എന്നാൽ കറിയിലിടുന്ന പീസിലും കൂടെ ആ മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ അതും കൂടെ ആഡ് ചെയ്തു. ഈ ചെമ്മീനും പൊരിക്കാനായിട്ട് തന്നെയാണ് കേട്ടോ. അതിന് ഉപ്പും മുളകും മഞ്ഞൾ പുളിനാരങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതിനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇനി ഫ്രൈ ചെയ്യുന്നവരെ അവിടെയാണ് കേട്ടോ ഞാൻ വെക്കുക. അടുത്തതിന് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിക്ക് ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. അപ്പം ഞാനിവിടെ ചെറിയുള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അരയ്ക്കാണ് കേട്ടോ ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി കട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയുള്ളി ആവുന്ന ടൈമിൽ തന്നെ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് അതിനോട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. ആ സമയം ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ പണ്ടൊരു പ്രാവശ്യം യൂട്യൂബിൽ കണ്ടതായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ മാക്സിമം ടൈം ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് ചിരവി ചേർക്കാൻ മടിയായതുകൊണ്ട് കട്ട് ചെയ്ത് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയം തന്നെ നമുക്ക് ആവശ്യമുള്ള പുളിയും കുറച്ച് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഉള്ളി അരയ്ക്കുമ്പോൾ തന്നെ മഞ്ഞളും മുളകൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തതുകൊണ്ട് കറിയിലേക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് എൻ്റെ മീനെല്ലാം കൂടെ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്താണ് വെച്ചത്. അതിനുശേഷം ഒരു കുക്കറിൽ ചോറും വെച്ചു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ അതിൻ്റെ എല്ലാത്തിൻ്റെയും പകുതി മീനാണ് കേട്ടോ ഞാൻ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. അങ്ങനെ ഒരു പാത്രത്തിൽ വിലമീനും ചെമ്മീനും കൂടെ ഒരുമിച്ചും പിന്നെ ഈ നെത്തിൽ ഒരുപാടുള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി എല്ലാം റെഡി ആയപ്പോഴേക്കും എൻ്റെ അനിയൻ ചുമ്മാ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. നല്ല ചൂട് ചോറും പിന്നെ വിലമീൻ്റെ കറിയും അതുപോലെ ആ മീനിൻ്റെ ഫ്രൈയും പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈയും കുറച്ച് നെത്തോലി ഫ്രൈയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.